ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിലർ പറയുന്നു നീലത്തിമിംഗലം തന്റെ മരണം അടുത്തുവരുന്നത് തിരിച്ചറിയുമെന്ന്. അവസാനമായി ശേഷിക്കുന്ന ശക്തിയുമായി അത് തന്റെ വാസസ്ഥലത്തിൽ നിന്ന് ദൂരെയേക്ക് നീന്തി സമുദ്രത്തിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗങ്ങളിലേക്കായി ഒരവസാന മുങ്ങൽ നടത്തുന്നു. ഈ സംഭവത്തെയാണ് വെയിൽ ഫാൾ എന്ന് വിളിക്കുന്നത്. തിമിംഗലത്തിന്റെ ശരീരം സമുദ്രതട്ടിൽ പതിയുമ്പോൾ ആദ്യമെത്തുന്നത് സ്രാവുകളും ഈലുകളുമാണ്. അവർ ദിവസങ്ങളോളം മാംസം തിന്നുകൊള്ളുന്നു. പിന്നീട് വളരെ കുറച്ചു മാത്രമേ ശേഷിക്കൂ. അപ്പോൾ ചെറുപുഴുക്കൾ വരുന്നു. വേട്ടക്കാർ വിട്ടുപോയതെല്ലാം അവ ഭക്ഷിക്കുന്നു. തുടർന്നെത്തുന്നത് സോംബി പുഴുക്കൾ. ഇവ തിമിംഗലത്തിന്റെ അസ്ഥികളിലേക്ക് ആസിഡ് പുറപ്പെടുവിച്ച് അവയെ തകർത്ത് അകത്ത് സൂക്ഷിച്ചിരിക്കുന്ന കൊഴുപ്പും പ്രോട്ടീനുകളും പുറത്തുവിടുന്നു. ആ പോഷകങ്ങൾ സഹജീവി ബാക്ടീരിയകൾ ഉപയോഗിച്ച് ചുറ്റുമുള്ള പുതിയ ജീവനെ പിന്തുണയ്ക്കുന്നു. ഈ പ്രക്രിയ ഏകദേശം 100 വർഷം വരെ നീണ്ടുനിൽക്കും. ഒരു തിമിംഗലത്തിന്റെ ശരീരം 43-ലധികം ഇനങ്ങളെയും 12,000-ലധികം ജീവികളെയും പോഷിപ്പിക്കാൻ കഴിയും. അതിനാലാണ് പറയുന്നത് ഒരു തിമിംഗലം മരിക്കുമ്പോൾ അത് 100 കണക്കിന് ജീവികൾക്ക് ജീവൻ നൽകുന്നുവെന്ന്. ഒന്നും പാഴാകുന്നില്ല. സൃഷ്ടിയിലെ എല്ലാറ്റിനും ഒരു ലക്ഷ്യമുണ്ട്. ഓരോ ചെറിയ വിവരവും ദൈവത്തിന്റെ ജ്ഞാനപൂർണമായ പദ്ധതിയുടെ ഭാഗമാണ്. ഫോളോ